അമ്മയോടൊപ്പമാണ് ആ 5 വയസ്സുകാരിയുടെ താമസം. ഒരു ദിവസം അയൽക്കാർ നൽകിയ മാമ്പഴം കഴിച്ച ശേഷം അതിൻ്റെ വിത്ത് അവൾ കുഴിച്ചിട്ടു. നാളുകൾ കഴിഞ്ഞപ്പോൾ അത് മുളച്ചു വന്നു. 2 വർഷമായിട്ടും മാങ്ങ ഉണ്ടാകാതായപ്പോൾ അവൾ നിരാശയായി. ഇനിയും വർഷങ്ങളെടുക്കുമെന്ന് പറഞ്ഞ് അമ്മ അവളെ സമാധാനിപ്പിച്ചു. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഒരു മാങ്ങയും ഉണ്ടായില്ല. അവൾക്ക് പ്രായപൂർത്തിയായി, കല്യാണമായി, മക്കളുണ്ടായി. അവരുടെ കല്യാണവും കഴിഞ്ഞു. മാവ് വലുതായെങ്കിലും മാമ്പഴമൊന്നും കിട്ടിയില്ല. വാർദ്ധക്യത്തിൽ തനിച്ചായപ്പോൾ ഒരു ദിവസം അവർ ആ മാവിൻ്റെ ചുവട്ടിലിരുന്ന് സന്തോഷത്തോടെ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് ഈ തണൽ മതി. പ്രതീക്ഷിക്കുന്നവ പ്രതീക്ഷിക്കുന്ന രൂപത്തിലും അളവിലും പ്രതീക്ഷിക്കുന്ന സമയത്ത് ലഭിക്കുന്നത് മാത്രമല്ല ഫലം. വളർത്തുന്നവരെല്ലാം വളരുന്നവരിൽ നിന്ന് ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തങ്ങൾ ആഗ്രഹിക്കുന്ന വലിപ്പത്തിലും നിറത്തിലുമുള്ള കനികൾ വേണമെന്ന നിർബന്ധമുള്ളവരാണ് ഭൂരിഭാഗം ആളുകളും. ഒന്നിൽ നിന്ന് സ്വാഭാവികമായി പുറപ്പെടുന്നതെന്താണോ അതാണ് അതിൻ്റെ യഥാർത്ഥ ഫലം. വളരുന്നവയെ തനതായ ഫലം പുറപ്പെടുവിക്കാൻ അനുവദിക്കുക എന്നതാണ് വളർത്തുന്നവരുടെ ഉത്തരവാദിത്തം. എല്ലാറ്റിനും അതിൻ്റേതായ സമയവും രൂപഘടനയും വളർച്ചാ രീതിയുമുണ്ട്. അത് അംഗീകരിക്കാനും അതിനുവേണ്ടി കാത്തിരിക്കാനും കഴിയണം. ഒരേ തരത്തിൽപ്പെട്ടതെല്ലാം ഒരേ ഫലങ്ങൾ പുറപ്പെടുവിക്കുകയില്ല. ഒരേ ക്ലാസ്സിൽ പഠിക്കുന്നവരെല്ലാം ഒരേ മാർക്ക് വാങ്ങണമെന്നും ഒരേ മാർക്ക് വാങ്ങിയവർക്കെല്ലാം ഒരേ തൊഴിൽ ലഭിക്കണമെന്നും ഒരേ തൊഴിലെടുക്കുന്നവർക്കെല്ലാം ഒരേ സമയം വിവാഹം നടക്കണമെന്നും ഒരുമിച്ച് വിവാഹിതരായവർക്കെല്ലാം ഒരേ ദിനം കുട്ടികളുണ്ടാകണമെന്നുമുള്ളതെല്ലാം അനാവശ്യമായ പിടിവാശികളാണ്. തങ്ങളുടേതായ വിഭവശേഷിക്കും മനോനില വ്യത്യാസത്തിനുമനുസരിച്ചാണ് ഓരോരുത്തരും വളരുന്നതും വിളവ് ഉൽപ്പാദിപ്പിക്കുന്നതും. നിർബന്ധിച്ചു പഴിപ്പിക്കുന്നതിനെല്ലാം അരുചിയുണ്ടാകും. ഒരാൾ എന്തായിത്തീരുമെന്ന് അയാൾക്കോ അയാളുടെ ചുറ്റുപാടിനോ മനസ്സിലാകണമെന്ന് നിർബന്ധമില്ല. വളർച്ചയുടെ അളവെടുത്ത് അഭിനന്ദിക്കാനുമാകില്ല. വിളവ് നൽകുന്നതിൻ്റെ ഒരു ലക്ഷണവും പുറത്തു കാണിക്കാത്തപ്പോഴും വളരുന്നവയുടെ ഉള്ളിൽ ചില ആന്തരിക സംഘർഷങ്ങളും മാറ്റങ്ങളും നടക്കുന്നുണ്ടാകും. അതൊന്നും കാണാതെ അവയെ നിരുത്സാഹപ്പെടുത്തുന്നവരും ശപിക്കുന്നവരും സ്വാഭാവിക വളർച്ച തടയുന്നവരാണ്.